വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത്, അദ്ദേഹം ഒരു സമനില തെറ്റിയ വർഗീയവാദിയെ പോലെയാണ് പെരുമാറുന്നത്. അദ്ദേഹത്തിൻ്റെ സമുദായവും അദ്ദേഹത്തിൻ്റെ സംഘടനയും അദ്ദേഹത്തെ ഇനി വിശ്രമ ജീവിതത്തിന് അയക്കണം എന്ന ഒരു വിനീത അഭിപ്രായമാണ് ഞങ്ങൾക്കുതിരിക്കേണ്ടത്. കാരണം സമുദായങ്ങളെ തമ്മിലടുപ്പിക്കുക എന്നത് ആരിൽ നിന്നുകൊണ്ടോ അച്ചാരം പറ്റി സ്വീകരിക്കുന്ന പോലെയുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ സമുദായത്തെ എത്ര അകറ്റാൻ ശ്രമിച്ചാലും ഈഴവ സമുദായവും മുസ്ലിം കമ്മ്യൂണിറ്റിയും തമ്മിലൊരു ബന്ധം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. ശ്രീനാരായണ ഗുരുവിൽ നിന്നുകൊണ്ട് ആശയം ഉൾക്കൊണ്ട SNDP അതല്ലെങ്കിൽ ഈഴവ സമുദായം ഒരിക്കലും ഇസ്ലാമിക വിരുദ്ധത പ്രചരിപ്പിക്കില്ല, ഇസ്ലാമോഫോബിയയുടെ ചട്ടുകമായി കൊണ്ട് മാറില്ല. പക്ഷേ ദൗർഭാഗ്യവശാൽ വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു സമനില തെറ്റിയ രീതിയിലാണ്. അദ്ദേഹം അത്തും പിത്തും സംഭവിക്കുന്നു എന്ന് ചില ആളുകൾ പറയുന്ന പോലെയാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ പെരുമാറ്റം. വാർദ്ധക്യ സഹജമായ ബലഹീനത സ്വാഭാവികമാണ്. പക്ഷെ അത് ഇത്രമേൽ വർഗീയ വിഷം ചീറ്റുന്ന ഭ്രാന്തായി മാറിയാൽ അത് ചങ്ങലക്കിടാൻ ഗവൺമെൻറ് തയ്യാറാവണം. യഥാർത്ഥത്തിൽ ഇവിടെ ഗവൺമെൻറ് തന്നെ ഇത്തരം വർഗീയതയെ സ്പോൺസർ ചെയ്യുന്നു എന്ന് പറയേണ്ടി വരും. കാരണം വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന വർഗീയവാദിയെ രംഗത്തിറക്കാൻ വേണ്ടി ഗവൺമെൻറ് ചില അജണ്ടയുടെ ഭാഗമായി കൊണ്ടുവരുന്നു എന്ന് സംശയിക്കണം. കാരണം വെള്ളാപ്പള്ളി എന്ത് വർഗീയത പറഞ്ഞാലും അതിനെ അഭിനന്ദിക്കുക, അദ്ദേഹത്തെ ചെന്നുകൊണ്ട് സന്ദർശിക്കുക, അദ്ദേഹത്തെ പുകഴ്ത്തി പറയുക, ഇത് ഗവൺമെൻറ്റിൻ്റെ ഒരു അജണ്ടയാണ്. അതുകൊണ്ട് തന്നെ കേവലം ഒരു വെള്ളാപ്പള്ളി എന്ന വ്യക്തിയിൽ മാത്രമല്ല, ഗവൺമെൻറ്റിൻ്റെ സ്പോൺസർഷിപ്പിൽ വർഗീയ വിഷം ചീറ്റൽ നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഈഴവ സമുദായവും മുസ്ലിം സമുദായവും തമ്മിലൊരു വലിയ ബന്ധമുണ്ട്. ആ ബന്ധം തകർക്കാൻ വെള്ളാപ്പള്ളിക്ക് കഴിയില്ല. വെള്ളാപ്പള്ളി സമുദായ സ്നേഹം SNDPയോടോ അതല്ലെങ്കിൽ ഈഴവ സമുദായത്തോടോ ആത്മാർത്ഥമായ സ്നേഹമുണ്ടെങ്കിൽ SNDPയുടെയോ സമുദായത്തിൻ്റെ ഈഴവ സമുദായത്തോയോ നവോത്ഥാനത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടത്. അദ്ദേഹം ജനറൽ സെക്രട്ടറി ആയ ശേഷം ഈഴവ സമുദായത്തിന് വേണ്ടി ഒരു നവോത്ഥാന പ്രവർത്തനവും നടത്തിയിട്ടില്ലെന്ന് മാത്രമല്ല, SNDPയുടെ പല സ്ഥാപനങ്ങളും ജപ്തി ചെയ്യപ്പെടാൻ പോകുന്നതിൻ്റെ വക്കിലാണുള്ളത്. അതിനെ ഈ ആണ്ട് പോകുന്ന കയത്തിൽ കൂടെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിന് പകരം വർഗീയത നിരന്തരമായി നിത്യേന പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വലിയ ഒരു ദുരന്തമായി കൊണ്ട് കാണേണ്ടി വരും. അദ്ദേഹത്തെ നിലക്ക് നിർത്താൻ ഗവൺമെൻറ് തന്നെ തയ്യാറാവേണ്ടി വരും എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഒരു കാലത്ത് മുസ്ലിം സമുദായത്തെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോയ നേതാവ് കൂടിയാണ് വെള്ളാപ്പള്ളി. പക്ഷേ അദ്ദേഹം ഇടക്കാലത്താണ് ഈ നായർ മുതൽ നസ്രാണി വരെയുള്ള അദ്ദേഹത്തിൻ്റെ പുതിയൊരു ഫോർമുല മുസ്ലിം കമ്മ്യൂണിറ്റി ഒഴിവാക്കിയാണെങ്കിൽ ഒരു കാലത്ത് സവർണാധിപത്യത്തിനെതിരെ പിന്നാക്ക ജനവിഭാഗത്തിൻ്റെ കൂട്ടായ്മക്ക് അദ്ദേഹം എല്ലാ പിന്തുണയും ചോദിച്ചിരുന്നത് മുസ്ലിം സമുദായത്തോടാണ്. അന്ന് അദ്ദേഹം മുന്നോക്ക സമുദായമാകുന്ന സവർണ വിഭാഗം അദ്ദേഹത്തിൻ്റെ മുഖ്യ ശത്രുവായിരുന്നു. തരാതരം വർഗീയതയും ജാതീയതയും ഉപയോഗിക്കുന്നതിൽ മികച്ച സംഘാടകനാണ് യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളി നടേശൻ. അയാളുടെ ചില അജണ്ട നടപ്പാക്കുന്നതിന് വേണ്ടി നായർ സമുദായത്തിനെതിരെ ഒരു പിന്നോക്ക മുന്നണി രൂപപ്പെടുത്തുക എന്ന് പറഞ്ഞ അദ്ദേഹം നടത്തിയിട്ടുള്ള നാടകം മുസ്ലിം സമുദായത്തിൽ പെട്ടുപോയിട്ടില്ല. മുസ്ലിം സമുദായം കൃത്യമായി കൊണ്ട് തന്നെ നായർ സമുദായത്തെ എതിർക്കാതെ എന്നാൽ വരേണ്യ വിഭാഗത്തെയും സവർണ മേധാവിത്വത്തെയും എതിർക്കുന്നതിൽ വെള്ളാപ്പള്ളിക്കുണ്ടായിരുന്ന താല്പര്യത്തിൻ്റെ കൂടെ നിൽക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു പിന്നാക്ക കൂട്ടായ്മയുടെ ഭാഗമാണ്. പക്ഷെ അന്ന് അദ്ദേഹം കണിശമായി കൊണ്ട് നായർ സമുദായത്തെ കടന്നാക്രമിച്ചു. ഇപ്പോൾ അദ്ദേഹം മുസ്ലിം സമുദായത്തെയും ക്രിസ്ത്യൻ സമുദായത്തെയും കടന്നാക്രമിക്കുകയാണ്. വർഗീയതയും ജാതീയതയും തരാതരം ഉപയോഗിക്കുന്നതിൽ മികച്ച സംഘാടകനാണ് വെള്ളാപ്പള്ളി നടേശൻ.